പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 2-ാം തീയതി മാസാദി വെള്ളിയാഴ്ച. ഈശോയുടെ തിരുഹൃദയത്തെ പ്രത്യേകം ധ്യാനിക്കാം. തിരുഹൃദയത്തിൻ്റെ സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവെ, നല്ല ദിവസം നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവനും അങ്ങയോടൊപ്പം അങ്ങയെ ധ്യാനിച്ച് ജീവിക്കാൻ വേണ്ട കൃപ നൽകി ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളിലും ഞങ്ങളുടെ ജീവിത നിയോഗങ്ങളിലും അവിടുത്തെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വചനം നമുക്ക് ധ്യാനിക്കാം. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. നിലം നല്ലതായാലേ ഫലം പുറപ്പെടുവിക്കാൻ കഴിയൂ എന്ന് വചനം അനുസ്മരിപ്പിക്കുന്നു. വഴിയരികാണെങ്കിൽ ആ സ്ഥലം വില കൊടുത്ത് സ്വന്തമാക്കണം. പാറപ്പുറമാണെങ്കിൽ മണ്ണിട്ട് അതിനെ നമ്മൾ ഉയർത്തണം. മുൾപ്പടർപ്പാണെങ്കിൽ ആ മുള്ളുകൾ പറിച്ചു നീക്കാനുള്ള അധ്വാനം നമ്മൾ എടുക്കണം. ചുരുക്കത്തിൽ, അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ വിത്ത് ഫലം പുറപ്പെടുവിച്ചിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, വചനമാകുന്ന വിത്തിന് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഹൃദയങ്ങളെ പാകപ്പെടുത്തി എടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.